DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാ കേസിൽ മുൻകൂർ ജാമ്യം തേടി നേതാക്കൾ. ബത്തേരി MLA IC ബാലകൃഷ്ണൻ, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ എന്നിവർ ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചു. KK ഗോപിനാഥൻ ഹൈക്കോടതിയെയും സമീപിച്ചു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയതിനു പിന്നാലെ മൂവരുടെയും ഫോൺ ഓഫ് ചെയ്ത നിലയിലാണ്. രതീഷ് വാസുദേവനോട് വിശദാംശങ്ങളുമായി. രതീഷ്, പോലീസ് ഉടനെ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാനുള്ളൊരു സാധ്യത മുന്നിൽ കണ്ടാണോ ഇത്തരത്തിലുള്ള നീക്കം? അതിലെ തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം കേസിന്റെ നടപടികൾ പ്രതിപ്പട്ടികയിലായതോടെ തന്നെ ഈ മൂവരും പ്രതിരോധത്തിലായിട്ടുണ്ട്. പാർട്ടിയും ഇത്തരത്തിൽ ഈ പ്രതിപ്പട്ടികയിൽ ഇവരുടെ മൂന്നുപേരുടെയും പേര് വന്നതോടെ വലിയ പ്രതിരോധത്തിലായ സാഹചര്യത്തിലാണ് ഇവർ ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ജില്ലാ സെഷൻ കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഇതിൽ രണ്ടുപേർ ND അപ്പച്ചനും IC ബാലകൃഷ്ണൻ MLA വയനാട് ജില്ലാ സെഷൻ കോടതിയാണ് ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ളത്. അതുപോലെ KK ഗോപിനാഥൻ ഹൈക്കോടതിയാണ് സമീപിച്ചിട്ടുള്ളത്. കാരണം വലിയ പ്രതിഷേധം ഉണ്ടാകുന്നതിനൊപ്പം തന്നെ സാങ്കേതികമായി ഈ മൂവരെയും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളിലേക്കാണ് പോകുന്നത്. മാത്രവുമല്ല, കൂടുതൽ തെളിവുകൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. സാങ്കേതികമായി MLA എന്ന നിലയിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനുള്ള സാങ്കേതിക നടപടിക്രമങ്ങളുണ്ട്. അതും പോലീസ് സമാന്തരമായി പൂർത്തിയാക്കി വരികയാണ്. അതുകൊണ്ട് വളരെ പൊടുന്നതിന് തന്നെ ഇതിൽ MLA ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ളത്. എന്തായാലും ഇവരുടെ മൂവരെയും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായതുകൊണ്ട് തന്നെ ഇവരെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. എന്തായാലും മുൻകൂർ ജാമ്യം ലഭിച്ച ശേഷം ഇത്തരത്തിൽ പോലീസിൽ ജാമ്യാപേക്ഷ ലഭിച്ച ശേഷം കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താനാണ് ഇവരുടെയും മൂവരുടെയും ശ്രമമെന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. അതുപോലെ തന്നെ ഇവർ കോടതിയെ ജാമ്യാപേക്ഷയ്ക്ക് സമീപിച്ചതായാണ് വിവരം. ഇതിനിടയിൽ വിജിലൻസ് കൂടുതൽ പരാതിക്കാരുടെ മൊഴിയെടുത്തതായും വിവരം ലഭിക്കുന്നുണ്ട്. പോലീസ് വളരെ സമഗ്രമായ രീതിയിൽ തന്നെ അറസ്റ്റ് നടപടികളായി മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് നടത്തുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, കൂടുതൽ നേതാക്കന്മാരുടെ പേരിൽ ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഇതുമായി ബന്ധപ്പെട്ട പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ള കൂടുതൽ ആളുകളുടെ പേരിലും ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കേസെടുക്കാൻ ചാർജ് ചെയ്യാനും സാധ്യതയുണ്ട്. ആതിര, ശരി. എന്തായാലും NM വിജയന്റെ ആത്മഹത്യാ കേസിലാണ് ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയതിന് പിന്നാലെ മുൻകൂർ ജാമ്യം തേടി നേതാക്കൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ എന്നിവരാണ് ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഒപ്പം KK ഗോപിനാഥൻ ഹൈക്കോടതിയെയും മുൻകൂർ ജാമ്യം തേടി സമീപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രതീഷ് വാസുദേവനാണ് വിശദാംശങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്.